ഹായ് ഗൈസ്. ഒരുപാട് നാളായി ഞാൻ വിചാരിക്കുന്നു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഇതുവരെ അത് നടന്നില്ല. എന്തുകൊണ്ടോ അത് നീങ്ങി പോയായിരുന്നു. സോ ഞാൻ അതിലോട്ടൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുകയാണ്. എൻ്റെ അടുത്ത് നല്ലൊരു മൈക്കോ ട്രൈപോഡോ അങ്ങനെയൊന്നുമില്ല. സോ ഞാൻ ജസ്റ്റ് വീട്ടിലൊരു ചെറിയൊരു സെറ്റപ്പ് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് ലാഗായി തോന്നാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എറേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതൊക്കെ സ്വാഭാവികമാണല്ലോ. സോ ഞാൻ ഇന്ന് ചൂസ് ചെയ്ത ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് കിങ്സ് 11 പഞ്ചാബിന്റെ മാച്ച്. സോ വാട്ട് എ മാച്ച്. കാരണം T20 ഹിസ്റ്ററിയിലെ തന്നെ, ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ, ഹിസ്റ്ററിയിലെ തന്നെ റെക്കോർഡ് റൺ ചേസ് ആണ് ഇന്ന് ശ്രേയസ് അയ്യറും ടീമും അടിച്ചു കൂട്ടിയത് പഞ്ചാബ്. കാരണം 264 ചേസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അത് അത്രയും എഫേർട്ട് എടുത്ത് അവരത് ചേസ് ചെയ്തു. കരുൺ നായർ 2 ക്യാച്ച് ഡ്രോപ്പ് ചെയ്തെങ്കിലും ബട്ട് അവരുടെ ഓവറോൾ ബാറ്റിംഗ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നമ്മൾ ഒരിക്കലും KL രാഹുലിന്റെ പെർഫോമൻസും മറക്കാൻ പാടില്ല. കാരണം സച്ച് എ വണ്ടർഫുൾ ഇന്നിങ്സ്. കാരണം ഒരു T20 ഇന്നിങ്സിൽ 152 എടുക്കുക എന്ന് പറയുന്നതും ചെറിയൊരു കാര്യമല്ല. ഞാൻ ആക്ച്വലി ഒരു മുംബൈ ഇന്ത്യൻസ് ആരാധകനാണ്. എന്നാൽ കൂടി ഇപ്പൊ പഞ്ചാബിന്റെ കളി കാണുമ്പോൾ തീർച്ചയായും അവരുടെ ഒരു ഫാനായി പോവാണ്. കാരണം അത്രത്തോളം നല്ല ക്യാപ്റ്റൻസി, നല്ല കോച്ചിങ്, റിക്കി പോണ്ടിങ്ങിന്റെ സൈഡിൽ നിന്ന് നല്ല കോച്ചിങ്, ക്യാപ്റ്റൻസി ആയിക്കോട്ടെ, അതേപോലെ ഓവറോൾ ടീം പെർഫോമൻസ്. വലിയ പേരെടുത്ത് പറയാനുള്ള കളിക്കാരൊന്നും ഇല്ല അതിൽ. കൂടുതലും അൺക്യാപ്ഡ് പ്ലേയേഴ്സും അതേപോലെ T20 ടീമിൽ വരില്ലാത്ത ശ്രേയസ് അയ്യറാണ് ആ ടീമിനെ നയിച്ച് ഈ ഒരു ലെവലിൽ അൺബീറ്റൺ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശ്രേയസ് അയ്യർ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ, ODI ആയിക്കോട്ടെ T20 ആയിക്കോട്ടെ, സോ ഈ ഒരു വൈറ്റ് ബോൾ ക്രിക്കറ്റില് ക്യാപ്റ്റൻസി തീർച്ചയായും അർഹിക്കുന്ന ഒരാളാണ്. സോ ഈ മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ബൈ.